അടുത്ത ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൽക്കരിയാണ്. പാഠപുസ്തകത്തിലെ പോയിന്റ് മാത്രമേ ഉള്ളൂ, വേറൊരു പോയിന്റും ഇല്ല. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. കൂട്ടുകാരെ, SCRT NCRTയിൽ നിന്നും 10 ചോദ്യങ്ങൾ, PS ചോദിച്ച 10 ചോദ്യങ്ങൾ, ആനുകാലികത്തിൽ നിന്നും 10 ചോദ്യങ്ങൾ, അങ്ങനെ മൊത്തം 30 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന എൻട്രിയുടെ സൂപ്പർ സൺഡേ ചലഞ്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ 30 ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? എൻട്രി ആപ്പിലെ 5 മിനിറ്റിൽ ഈ 30 ചോദ്യങ്ങൾ എക്സാം നടത്തും. ആ എക്സാം നിങ്ങൾ എഴുതണം, അറ്റൻഡ് ചെയ്യണം. അത് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഇതാണ് നിങ്ങൾക്കുള്ള ചലഞ്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ 2024 മൂന്നാമത്തെ എപ്പിസോഡാണ്. ആദ്യ എപ്പിസോഡുകൾ കാണാത്ത വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി തന്നെ യൂട്യൂബിലൂടെയും കാണാം. അതേപോലെ തന്നെ നമ്മുടെ എൻട്രി ആപ്പിനകത്ത് ഫ്രീ ആയിട്ട് എക്സാം കിടപ്പുണ്ട്, എപ്പോൾ വേണം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്, നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് ആദ്യം പോകുന്ന എഴുത്തുകാരി എന്ന് പറയുന്നത് പി വത്സലയിലേക്കാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പോയത് ആരിലേക്കായിരുന്നു? തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ചായിരുന്നു അല്ലെ? എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയിലുണ്ടല്ലോ. ഓർമ്മയിലില്ലെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്താൽ മതി, എല്ലാം ഓർമ്മയിൽ വരും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പി വത്സലയെ കുറിച്ചാണ്. 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഒരു പി വത്സലയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അവരുടെ കൃതിയിൽ നിന്നും ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പി വത്സലയെ കുറിച്ച് കൃത്യമായിട്ട് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. പി വത്സല നമുക്ക് വരും പരീക്ഷയിൽ ഒരു ഹോട്ട് ടോപ്പിക് ആണ്. കാരണം എന്താ വെച്ചാൽ 2023 പി വത്സല മരണപ്പെടുന്നത്. അപ്പൊ വിയോഗം അടുത്ത നടന്നതുകൊണ്ട് തന്നെ നമുക്ക് വരും പരീക്ഷകളിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ പി വത്സലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പാഠപുസ്തകത്തിലെ പോയിന്റ് ആദ്യം നോക്കാം. മനുഷ്യന്റെ വേദനകളും സ്വപ്നങ്ങളും കഥകളിലേക്ക് ആവാഹിച്ച എഴുത്തുകാരിയാണ് പി വത്സല. 1938 കോഴിക്കോടാണ് പി വത്സലയുടെ ജനനം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗൗതമൻ, ഇവിടെ തൊട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ, മലയാളത്തിന്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, മൈഥിലിയുടെ മകൾ, ആദിജലം, നെല്ല്, കൂമൻ കൊല്ലി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ പൊൻവെയിൽ എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പി വത്സലയുടെ ഈ കൃതികളാണ് നമ്മുടെ കണ്ടുപോകേണ്ടത്. ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ, മലയാളത്തിന്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, മൈഥിലിയുടെ മകൾ, ആദിജലം, നെല്ല്, കൂമൻ കൊല്ലി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ പൊൻവെയിൽ. ഇതിൽ നമ്മൾ എപ്പോഴും PSC ചോദിച്ച് കണ്ട അല്ലെങ്കിൽ PSC ചോദിക്കുന്ന ഒരു ചോദ്യം നിഴലുറങ്ങുന്ന വഴികളാണ്. സോ അത് എന്തുകൊണ്ട് ചോദിക്കുന്നു പറഞ്ഞാൽ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1975 പി വത്സലയ്ക്ക് നേടിക്കൊടുത്ത കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് കൂടാതെ 2007 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2019 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചിട്ടുണ്ട്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യം വരാം. ഓക്കെ, അപ്പൊ 2020 ഞാൻ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡില് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആളുടെ പേര് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. അവരുടെ കൃതികളിൽ പെടാത്തത് ഏതെന്നൊരു ചോദ്യം നിങ്ങൾ പഠിച്ചായിരുന്നു അല്ലെ? അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? നിഴലുറങ്ങുന്ന വഴികൾ നമ്മൾ അവിടെ പഠിച്ചിരുന്നു. അപ്പൊ അത്തരത്തിൽ ശ്രദ്ധിക്കുക. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ്. വിയോഗം അടുത്തായിരുന്നു. ഒപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. വയനാടിന്റെ എഴുത്തുകാരി എന്നറിയപ്പെടുന്ന, വയനാടിന്റെ എഴുത്തുകാരി എന്നൊക്കെ അറിയപ്പെടുന്ന അങ്ങനെ ഒരു പേരിലും ആരറിയപ്പെടുന്നുണ്ട്? പി വത്സലയെ നമുക്ക് പരാമർശിക്കുന്നുണ്ട്. ഓക്കെയാണ്. അപ്പൊ രണ്ടാമത്തെ ആളിലേക്ക് പോവാം. ഇനി ഒരു ചിത്രകലാകാരനാണ്. നമ്മൾ 5ാം ക്ലാസ് പാഠപുസ്തകം തൊട്ട് ഇങ്ങോട്ട് ആർട്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 എപ്പിസോഡിലായി നമ്മളൊന്ന് രാജാ രവിവർമ്മയും അതേപോലെ തന്നെ അപനീന്ദ്രനാഥ് ടാഗോറിനെയും പഠിച്ചു അല്ലെ? രണ്ടുപേരെയും പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചിത്രരചന അല്ലെങ്കിൽ ചിത്രകലയിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഇന്ത്യയുടെ വ്യക്തിയാണ് MF ഹുസൈൻ എന്ന് പറയുന്നത്. MF ഹുസൈൻ എന്നാൽ മക്ബൂൽ ഫിദ ഹുസൈൻ എന്നാണ് മുഴുവൻ പേര്. 1915 ബോംബെയിലെ പന്താപൂരിലാണ് ജനിക്കുന്നത്. ശക്തിയുള്ള രേഖകളും തെളിഞ്ഞ നിറങ്ങളും ഹുസൈൻ ചിത്രങ്ങളുടെ പ്രത്യേകതകളാണ്. ബോംബെ കേന്ദ്രമാക്കി ആരംഭിച്ച ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനത്തിന് അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് MF ഹുസൈൻ ആണ്. നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ്. പാവങ്ങളുടെ അമ്മ, കുതിരകൾ, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങൾ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രരചനകൾ ഏതൊക്കെയാണ്? പാവങ്ങളുടെ അമ്മ, കുതിരകൾ ആരുടേതാണ്? MF ഹുസൈൻ്റെതാണ്. ഇനി അതേപോലെ തന്നെ അദ്ദേഹം സിനിമയിൽ ഒരു കൈ നോക്കിയിട്ടുണ്ട്. സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഗജഗാമിനിയും അതേപോലെ ത്രൂ ദി ഐസ് ഓഫ് എ പെയിന്റർ എന്ന് പറയുന്ന സിനിമകൾ, 2 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗജഗാമിനി, ത്രൂ ദ ഐസ് ഓഫ് എ പെയിന്റർ. ഇനി ചിത്രകലയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം നൽകി കേരളവും പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി ഭാരതവും ഈ മഹാപ്രതിഭയെ ആദരിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു പോയിന്റ് കൂടി, നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെട്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MF ഹുസൈൻ ആണ്. അത് സ്കൂൾ പാഠപുസ്തകത്തിലുള്ള പോയിന്റ് അല്ല, അല്ലാതെ പുറമെയുള്ള ഒരു പോയിന്റ് ആണ്. നഗ്നപാതനായ ചിത്രകാരൻ ആരാണ്? MF ഹുസൈൻ ആണ്. ഓക്കെ, അപ്പൊ 2 പേരെ കഴിഞ്ഞല്ലോ.
ഇനി നമ്മൾ മൂന്നാമത് പോകുന്നത് നമ്മുടെ RBIയിലേക്കാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാഠപുസ്തകത്തിൽ കുറച്ച് പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഒരു 4 പോയിന്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ 4 പോയിന്റും അതിനകത്ത് വരുന്ന സബ് പോയിന്റുകളുമാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്ന് നമുക്ക് നോക്കാം. നോട്ട് അച്ചടിച്ചിറക്കൽ, 2 വായ്പ നിയന്ത്രിക്കൽ, 3 സർക്കാരിന്റെ ബാങ്ക്, 4 ബാങ്കുകളുടെ ബാങ്ക്. ഈ 4 ധർമ്മങ്ങളാണ് പ്രധാനമായിട്ടും RBIയുടെ ധർമ്മങ്ങൾ, പാഠപുസ്തകത്തിൽ പറയുന്ന ധർമ്മങ്ങൾ. ഇനി അതിൽ ഓരോന്നിലേക്ക് നമുക്ക് പോകാം. നോട്ട് അച്ചടിച്ചിറക്കൽ ഒന്നാമത്തെ ധർമ്മമാണ്. ഭാരതീയ RBIയുടെ ഒന്നാമത്തെ ധർമ്മമാണ് നോട്ട് അച്ചടിച്ചിറക്കൽ. അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് അല്ലെ? അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുംബൈ ആണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഇനി അവിടെ 1 രൂപ നോട്ട് 1 രൂപ ഒഴിച്ചുള്ള ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. ഈ 1 രൂപ നോട്ട് ആരാ ഇറക്കുന്നത്? ഈ 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഓക്കെ ആണ്. ഇനി അടുത്തത്, നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. RBI സൂക്ഷിക്കാറുണ്ട്. അപ്പൊ നോട്ട് അടിക്കുന്നതിന് ഒരു നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ ഒക്കെ കരുതലായിട്ട് സൂക്ഷിച്ചിട്ടാണ് പൈസ അടിച്ചിറക്കുന്നത്. അല്ലാതെ അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ RBIക്ക് ഇങ്ങോട്ട് പൈസ ഇറക്കിയാൽ പോരെ, അപ്പം പിന്നെ ഇവിടെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും വരത്തില്ല നമുക്ക് തോന്നുന്നു. അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായി പോകും കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ പൈസ അച്ചടിച്ചിറക്കുമ്പോൾ, നമ്മുടെ പണം അച്ചടിച്ചിറക്കുന്ന സമയത്ത് അതിന് മൂല്യമുള്ള സ്വർണമോ അതുപോലെ വിദേശ നാണ്യ ശേഖരമോ ഒക്കെ നമ്മൾ കരുതൽ വെച്ചിട്ടാണ് ഈ പൈസ അടിച്ചിറക്കുന്നത് കേട്ടോ. യെസ്. അടുത്തത്, രണ്ടാമത്തെ കാര്യം, വായ്പ നിയന്ത്രിക്കലാണ് രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. RBI എന്ത് ചെയ്യും? പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടാണ് വായ്പയൊക്കെ നിയന്ത്രിക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പകളുടെ അളവ് കുറയുന്നു, പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പകളുടെ അളവ് കൂടുന്നു. ഓക്കെ, ഈ ബാങ്കുകൾക്ക് തോന്നുന്ന പോലെ വായ്പ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ ആരുടെ കൺട്രോളിലാണ്? RBI ആണ് അതൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പൊ വായ്പ നിയന്ത്രിക്കൽ. ഇനി അടുത്ത മൂന്നാമത്തത്, സർക്കാരിന്റെ ബാങ്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് ബാങ്കിന്റെ ധർമ്മമാണ്. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഇനി സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും RBI വാങ്ങുന്നില്ല. അടുത്ത നാലാമത്തെ പോയിന്റ്, ബാങ്കുകളുടെ ബാങ്കാണ്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്നു. സോ ഈ ഒരു പോയിന്റുകൾ പാഠപുസ്തകത്തിലുള്ള പോയിന്റ് ആണ്. വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാം? PSCക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് കണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കണേ. യെസ്. ഇനി നമ്മൾ നാലാമത്തെ ഭാഗത്തേക്ക് പോവാണ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാരുടെ ഇടപെടലുകൾ പ്രധാനപ്പെട്ട 2-3 വർഷങ്ങളാണ്. ഓക്കെ, മലബാറിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 വർഷം, ഒന്ന് 1792 1800. എന്താ സംഭവം? ഒരു ഉടമ്പടി. ഒന്ന് മലബാറിൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ, ശ്രീരംഗപട്ടണം ഉടമ്പടി നമ്മുടെ മലബാറുകാരോട്ടല്ല, അത് ടിപ്പു സുൽത്താനുമായിട്ടാണ്. ടിപ്പു സുൽത്താനുമായിട്ട് നടന്ന ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എന്ത് പോയി? മലബാർ പോയി. അപ്പൊ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ്. വർഷം 1792. ഇനി 1800 മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലാകുന്നത്. മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിട്ട് ഒഫീഷ്യലായിട്ട് വരുന്നത് 1800. ഓക്കെ, അപ്പൊ മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോയത് അത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ്. 1792 1800 മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലായത്. മദ്രാസ് പ്രൊവിൻസ് ഇതിന്റെ കീഴിലായി മാറുന്നത് എന്നാണ്? 800. ഇനി കൊച്ചിയിലേക്ക് വന്നാൽ 1791 ബ്രിട്ടീഷുകാരുമായുള്ള ഒരു ഉടമ്പടിയിലൂടെ കൊച്ചി രാജ്യം എന്ത് ചെയ്തു? കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറി. അവരുടെ എല്ലാ ഇതും അംഗീകരിക്കുന്ന, അവരോട് വിധേയമായി നിൽക്കുന്ന, വിധേയത്വത്തോടെ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് കൊച്ചി മാറുന്നത് 1791. അതായത് ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് 1 വർഷം മുമ്പ് തന്നെ കൊച്ചി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുള്ള ഉടമ്പടി വെച്ചിട്ട് അവരുടെ ഒരു സാമന്ത രാജ്യമായി. ഇനി 1800 തന്നെ കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിലാവുകയും ചെയ്തു. കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നേരിട്ടുള്ള അവിടെ നിയന്ത്രണം എന്ന് പറയുമ്പോൾ എന്താ പറയണേ, മലബാർ പോലെ ഡയറക്റ്റ് ഒരു ഇതല്ല, ഒരു ഭരണമല്ല, മറിച്ച് കൊച്ചി അവിടെ രാജാവുണ്ട്, ആ രാജാവിനോട് തന്നെ ഒരു ഭരണമാണ്. പക്ഷെ അവിടെ ഈ നിയന്ത്രണം, കൊച്ചിയുടെ മേലൊരു മദ്രാസിന് നിയന്ത്രണം വന്നത് 1800. ഇനി അവിടെ തിരുവിതാംകൂറിലേക്ക് വരികയാണെങ്കിൽ
തിരുവിതാംകൂറിൽ 1795 ബ്രിട്ടീഷുകാരുമായുള്ള ഒരു ഉടമ്പടിയിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷിന്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയാണ്. അല്ലെ, 1795 തന്നെ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ നമ്മുടെ തിരുവിതാംകൂർ അംഗീകരിച്ചു. 1805 ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടി നടത്തിയിട്ട് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യ രാജ്യമായിട്ട് മാറുകയുണ്ടായി. 1795 മേൽക്കോയ്മ അംഗീകരിക്കുന്നു തിരുവിതാംകൂർ. അതേപോലെ തന്നെ 1805 ബ്രിട്ടീഷുകാരുടെ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യ രാജ്യമായിട്ട് നമ്മുടെ ഇവർ മാറുകയാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട വർഷങ്ങളും കാര്യങ്ങളുമാണ്. മലബാറിൽ 792 800, കൊച്ചി 791 1800, തിരുവിതാംകൂർ 1795 805. ഈ കാര്യങ്ങളും ഈ സംഭവങ്ങളും ഓർത്തിരിക്കുക. ഇനി അടുത്തത് അഞ്ചാമത്തെ കാര്യങ്ങള് നമുക്കറിയാം, നദികൾ. നമ്മുടെ ഇന്ത്യയുടെ നദികൾ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറേയധികം സമതലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഏതേതു നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായാണ് രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ നമ്മൾ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതായത് പല നദികൾ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് പല എക്കൽ മണ്ണും പലതും ഇങ്ങനെ ആ മണ്ണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അത് പലതും കൊണ്ടാണ് വരുന്നത് അല്ലെ. അങ്ങനെ അത് കൊണ്ടുവന്ന് പല നിക്ഷേപിച്ച് അത്തരത്തിൽ പലതരത്തിലുള്ള സമതലങ്ങൾ നമ്മുടെ രൂപപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ സമതലങ്ങൾ ഉത്തര മഹാസമതലത്തിൽ പല സമതലങ്ങളുണ്ട്. ആ സമതലങ്ങൾ അത് ഏത് നദികൾ രൂപീകരിച്ചാണ് അല്ലെങ്കിൽ ഏത് നദികളിലൂടെയാണ് അത് രൂപീകൃതമായെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആദ്യം തന്നെ പഞ്ചാബ് ഹരിയാന സമതലം നമുക്ക് ആദ്യം 4 പഠിക്കാനുണ്ട്. പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ, ഗംഗാ സമതലം, ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. ഇങ്ങനെ 4 സമതലങ്ങളുണ്ട്. അതിലൊന്ന് പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവിന്റെയും പോഷക നദികളും ഭൂരൂപീകരണത്തിന് അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടുവന്ന് ഭൂരൂപീകരണത്തിലുള്ള സമതലമായി മാറിയതാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. അപ്പോൾ സിന്ധുവും പോഷക നദികളിലൂടെയും രൂപപ്പെട്ട സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ലൂണി സരസ്വതി നദികളിലൂടെ രൂപപ്പെട്ട സമതലമാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ. ഓക്കെ, മരുസ്ഥലി ബാഗർ, ലൂണി, സരസ്വതി. പിന്നെ അതുപോലെ ഗംഗാ സമതലം പേരിൽ തന്നെയുണ്ട്. ഗംഗയും പോഷക നദികളിലൂടെയുമാണ് ഗംഗാ സമതലം വരുന്നത്. അസമിലെ ബ്രഹ്മപുത്ര സമതലം, അവിടെയും പേരിൽ തന്നെയുണ്ട് ബ്രഹ്മപുത്രയും പോഷക നദികളും. അപ്പൊ ഇവിടെ നമുക്ക് 2 ഓക്കെയാണ്. ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര നദി. അതേപോലെയാണ് ഗംഗാ സമതലം, ഗംഗാ നദിയിലൂടെ. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ, അവിടെ ഓർത്തിരിക്കുക, മരുസ്ഥലി, ലൂണി, സരസ്വതി. പഞ്ചാബ് ഹരിയാന സിന്ധുവും പോഷക നദികളും. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. നമുക്ക് അടുത്തിലേക്ക് പോകാം. 6ാമത്തേതിലേക്ക് നമ്മൾ പോകുന്നത് നെല്ലിലേക്കാണ്, റൈസിലേക്കാണ്. നമ്മൾ കഴിഞ്ഞില്ല നമ്മൾ ചോളത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ. ചോളം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാഠപുസ്തകത്തിലെ പോയിന്റുകളും പറഞ്ഞു. ഇന്ന് നമ്മൾ നെല്ലിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പൊ നെല്ല് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യ വിഭവമാണ് നെല്ലെന്ന് പറയുന്നത് അല്ലെ. അരിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം. അപ്പൊ നെല്ല് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നെല്ല് ഭക്ഷ്യവിളകളുടെ ഉത്പാദനത്തിൽ നെല്ലിന് 1ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എന്താ? നെല്ല് തന്നെയാണ്, ഭക്ഷ്യവിള നെല്ലാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായിട്ടുള്ള നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഖാരിഫ് വിള എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അല്ലെ. അപ്പൊ പ്രധാനപ്പെട്ട ഖാരിഫ് വിള നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണം. അപ്പൊ ഖാരിഫ് വിളകൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്ത് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ഇനിയും കമന്റ് ചെയ്യാൻ ഇനിയും ഉണ്ട് കേട്ടോ, ഞാൻ ഇനിയും പറയാം. നേരത്തെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം കേട്ടോ. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനില എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചോ, BSc ചോദിക്കും. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എന്ത് വേണം? താപനില വേണം. അതുപോലെ ധാരാളം മഴ എന്ന് പറഞ്ഞാൽ 150 സെന്റിമീറ്റർ കൂടുതൽ മഴയും ഉള്ളിടത്ത നെൽകൃഷിക്ക് ഈ പറഞ്ഞ കാലാവസ്ഥ അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് BSc ചോദിച്ചു കാണുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അപ്പോൾ ഇത് കൃത്യമായി പഠിക്കുക. 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ മുകളിൽ താപനില വേണം. അതുപോലെ 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. ഇനി മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായിട്ടും നെൽകൃഷി ചെയ്യുന്നത്. സിവാലിക് പർവ്വത ചെരുവുകളിലും തട്ടുകളാക്കിയിട്ട് നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിവാലിക് പർവ്വതനിരകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉത്പാദിപ്പിക്കുന്ന ഇപ്പോൾ 2023 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? പശ്ചിമ ബംഗാളാണ്. 2ാം സ്ഥാനത്ത് ആരാ? ഉത്തർപ്രദേശാണ്. 3ാം സ്ഥാനത്ത് ആരാ? പഞ്ചാബാണ്. മറക്കരുത്, ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്. അപ്പൊ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉത്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ്. 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്. 3ാം സ്ഥാനത്ത് പഞ്ചാബാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. ഇനി അടുത്ത 7ാമത്തെ കാര്യത്തിലേക്ക് പോവാണ്. കൽക്കരി നമ്മൾ മാംഗനീസ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്ത ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൽക്കരിയാണ്. പാഠപുസ്തകത്തിലെ പോയിന്റ് മാത്രമേ ഉള്ളൂ, വേറൊരു പോയിന്റും ഇല്ല. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത് ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ്. കഴിഞ്ഞില്ല.
പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഞാൻ അതിന്റെ 2023 ലേറ്റസ്റ്റ് കണക്കൊന്നും നോക്കിയിട്ടില്ല. സ്കൂൾ പാഠപുസ്തകത്തിലുള്ള പോയിന്റ് മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ജാർഖണ്ഡിലെ ജാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ജാർഖണ്ഡിലെ ജാരിയ, അവിടെ ഉണ്ട്. അപ്പൊ ജാരിയ എന്ന് കേട്ടാൽ ജാർഖണ്ഡാണെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നോളൂ. ഇനി തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നുണ്ട്. ഇത്രയും പോയിന്റുകൾ പാഠപുസ്തകത്തിലുള്ളതാണ്. അപ്പൊ കൽക്കരി എന്ന് കാണുമ്പോൾ പാഠപുസ്തകത്തിൽ ഈ പോയിന്റ് ഓർമ്മ വരണം. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ്, പ്രധാന വ്യാവസായിക ഇന്ധനമാണ്, ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവ പ്രധാന ഉത്പാദക സംസ്ഥാനങ്ങളാണ്. ജാർഖണ്ഡിലെ ജാരിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്ത 8ാമത്തേലേക്ക് പോവാണ്. ഹിമാലയ നദികളുടെയും ഉപദ്വീപീയ നദികളുടെയും പ്രത്യേകതകൾ പാഠപുസ്തകത്തിലുണ്ട്. ആ പ്രത്യേകതകളിലൂടെ നമ്മളൊന്ന് പോവുകയാണ്. ഹിമാലയ നദികൾ ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അതുകൊണ്ട് ആ പേര് വരുന്നു. ഉപദ്വീപീയ നദികൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അതുകൊണ്ട് ആ പേര് വന്നിരിക്കുന്നു. ഇനി അടുത്തത്, ഹിമാലയ നദികൾ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശങ്ങളുണ്ട്. എന്നാൽ ഉപദ്വീപീയ നദിയിൽ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശങ്ങളാണ് ഉപദ്വീപീയ നദിയിലുള്ളത്. ഹിമാലയ നദിയിൽ വൃഷ്ടിപ്രദേശം കൂടുതലാണ്. ഇനി അപരദന തീവ്രത ഇവിടെ കൂടുതലാണെങ്കിൽ ഉപദ്വീപീയ നദിയിൽ അത് താരതമ്യേന കുറവാണ്. അപ്പൊ അപരദന തീവ്രത ഹിമാലയ നദിയിൽ കൂടുതലാണ്, ഉപദ്വീപീയ നദിയിൽ താരതമ്യേന കുറവാണ്. ഇനി പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യുന്നത് ഹിമാലയ നദികളാണ്. എന്നാൽ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നത് ഉപദ്വീപീയ നദിയുടെ പ്രത്യേകതകളാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത്, ഉയർന്ന ജലസേചന ശേഷി ഹിമാലയ നദികൾക്കുണ്ട്, എന്നാൽ ഉപദ്വീപീയ നദികൾക്ക് കുറഞ്ഞ ജലസേചന ശേഷി മാത്രമേ ഉള്ളൂ. ഇനി സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് ഹിമാലയ നദികൾക്ക് വലിയ സാധ്യതയാണ്. ഉപദ്വീപീയ നദികളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ്. ഇനി നിങ്ങൾ കമന്റ് ചെയ്യുന്ന കാര്യം എന്താ പറയുക? പ്രധാനപ്പെട്ട ഒരു 3 ഹിമാലയൻ നദികളും അതേപോലെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ 3 നദികളും ഒന്ന് കമന്റ് ചെയ്യാമോ? കമന്റ് ചെയ്യാമോ? ഒന്നുമില്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. യെസ്. ഓക്കെ, അടുത്തത് 9ാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാസ്മയെ കുറിച്ചാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ രക്തം എടുത്തു കഴിഞ്ഞാൽ, ഒരു രക്തം നമ്മൾ ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ ആ രക്തത്തിന്റെ ഈ 55% വരുന്ന എന്താ? പ്ലാസ്മ ആയിരിക്കും. പോയിട്ട് 45% വരുന്ന എന്താണ്? രക്തകോശങ്ങളായിരിക്കും, അല്ലെ? അപ്പൊ രക്തത്തിലെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് പ്ലാസ്മയുണ്ട്, മറ്റൊന്ന് എന്താണ്? അത് രക്തകോശങ്ങളാണ്. രക്തകോശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ശ്വേതരക്താണുക്കളുണ്ട്, അരുണ രക്താണുക്കളുണ്ട്, അതിൽ പ്ലേറ്റ്ലെറ്റുകൾ. ഇതാണ് രക്തകോശങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ശ്വേതരക്താണുക്കളെ കുറിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്, അല്ലെ? അപ്പൊ ശ്വേതരക്താണുക്കൾ, അരുണ രക്താണുക്കൾ, അതുപോലെ പ്ലേറ്റ്ലെറ്റുകൾ, ഇവയാണ് രക്തകോശങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ പ്ലാസ്മ. അപ്പൊ നമ്മൾ രക്തം എടുത്തു കഴിഞ്ഞാൽ 2 ഘടകങ്ങളുണ്ട് പൊതുവായിട്ട്. അതിനകത്ത് ഒന്ന് പ്ലാസ്മയും ഒന്ന് രക്തകോശങ്ങളുമാണ്. പ്ലാസ്മയാണ് 55%. ഒരു രക്തത്തിൽ 55% പ്ലാസ്മയാണ്, ബാക്കി 45% ആരാണ്? രക്തകോശങ്ങളാണ്. ഓക്കെ ആണ് മക്കളെ? അപ്പൊ പ്ലാസ്മയെ കുറിച്ചുള്ള പാഠപുസ്തകത്തിലെ പോയിന്റ് 1, രക്തത്തിന്റെ 55% വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. രക്തത്തിൽ 55% വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ. രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ഈ പ്ലാസ്മയിലാണ് രക്തകോശങ്ങളും കാണപ്പെടുന്നത്. അപ്പൊ രക്തകോശങ്ങൾ എത്ര ശതമാനമുണ്ട് രക്തത്തില്? 45%. ബാക്കി 55 പ്ലാസ്മയാണ്. ഇനി ദഹന ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോള് തുടങ്ങിയ ലഘു ഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് ഈ പ്ലാസ്മയിലൂടെയാണ്. ഇനി ഇവിടെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പാഠപുസ്തകത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മയും ഇങ്ങനെ കുറേ സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു രക്തത്തിന്റെ 55% പ്ലാസ്മയാന്ന് പറഞ്ഞു. ഇനി ഈ പ്ലാസ്മ എന്ന് പറയുന്ന സാധനത്തിനകത്ത് എന്തൊക്കെയാ വരുന്നത്? പ്ലാസ്മ എന്ന് പറഞ്ഞതിനകത്ത് വരുന്ന ഘടകങ്ങൾ ഒന്ന് ജലമാണ്, വെള്ളമാണ്. ഈ പ്ലാസ്മ രൂപപ്പെട്ടിരിക്കുന്നത് ജലം, പ്രോട്ടീന്, മറ്റു ഘടകങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഈ പ്ലാസ്മയുടെ 90-92% എന്താ? വെള്ളമാണ്, ജലമാണ്. പ്ലാസ്മയ്ക്കകത്ത് 90-92% എന്താണ്? ജലമാണ്, വെള്ളമാണ്. ഇനി ഒരു 7-8% അവിടെ പ്രോട്ടീൻ വരുന്നുണ്ട്. പ്ലാസ്മയ്ക്കകത്ത് വരുന്ന ഘടകങ്ങൾ ഒന്ന് പ്രോട്ടീനാണ്. പ്രോട്ടീൻ 7 മുതൽ 8% വരെയാണ്. പിന്നെ അതുകൂടാതെ മറ്റു ചില ഘടകങ്ങളും നമ്മുടെ ഈ പ്ലാസ്മയ്ക്കകത്ത് വരുന്നുണ്ട്. അപ്പം തിരിഞ്ഞു പോരുത്, രക്തത്തിൽ 55% വരുന്നത് പ്ലാസ്മയാണ്. ഈ പ്ലാസ്മ എന്താണ്? അതിനകത്ത് ജലം, വെള്ളമുണ്ട്. 90-92% വെള്ളമാണ് ഈ പ്ലാസ്മയ്ക്കകത്ത്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, 7-8% വരെ പ്രോട്ടീൻ ഉണ്ട്, മറ്റു ഘടകങ്ങളുണ്ട്. ഇനി ഈ പ്രോട്ടീനുകൾ, നമുക്ക് ഈ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ നമുക്ക് 3 എണ്ണമാണ്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഓക്കെ, പ്രോട്ടീനാണ്, 7-8% പ്രോട്ടീനാണ്. ആ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഈ ആൽബുമിനാണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീന്, ആൽബുമിനാണ്. ഇനി
ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്രോട്ടീനാണ്, പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. നേരത്തെ ഫൈബ്രിനോജൻ രക്തക്കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു, ഗ്ലോബുലിൻ പ്രതിരോധത്തിന് സഹായിക്കുന്നു, ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ 3 സാധനം എന്താ? പ്രോട്ടീനുകളാണ്. എവിടെയുള്ള പ്ലാസ്മയിലെ പ്രോട്ടീനുകളാണ്. ഇനി മറ്റ് ഘടകങ്ങൾ, നമ്മൾ ജലം പറഞ്ഞു, പ്രോട്ടീൻ പറഞ്ഞു, ഇനി മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാ? പ്ലാസ്മയിലുള്ള മറ്റ് ഘടകങ്ങൾ കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ ഇവയാണ്. അപ്പോൾ കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ ഇവയാണ് പ്ലാസ്മയിലെ മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത്. യെസ്, നമ്മൾ അടുത്തേക്ക് പോട്ടെ. അടുത്ത നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് വരികയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുതലാളിത്തം പഠിച്ചു, അതേപോലെ തന്നെ നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ പഠിച്ചു. ഒന്നുകൂടെ ഉള്ളൂ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തും കാണാൻ കഴിയില്ല. അപ്പൊ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന്, അതിന് പ്രത്യേകത എന്താണെന്ന്, സവിശേഷത എന്താണെന്ന് നമുക്ക് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകൾ നമുക്ക് നോക്കാം. ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ്. ലാഭം ഒന്നും ഇവിടെ ലക്ഷ്യമല്ല. അവിടെ ലക്ഷ്യം എന്താ? ജനക്ഷേമമാണ് ലക്ഷ്യം. അതുപോലെ സ്വകാര്യ സംരംഭകരുടെ അഭാവം ഇവിടെ ഉണ്ടാവും. സ്വകാര്യ സ്വത്തവകാശം ഇവിടെ ഉണ്ടാവില്ല. പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയൊന്നും ഇവിടെ സോഷ്യലിസ്റ്റിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സാമ്പത്തിക സമത്വമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഉള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക സമത്വം, സ്വകാര്യ സംരംഭകരുടെ അഭാവം, ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, സ്വകാര്യ സ്വത്തവകാശത്തിന്റെയും പാരമ്പര്യ സ്വത്ത് കൈമാറ്റത്തിന്റെയും അഭാവം, ഇതെല്ലാം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. ഇനി നമ്മൾ PSC ചോദിച്ച മുൻവർഷ ചോദ്യം, ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാ? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ആരാധ്യക്ഷത വഹിച്ചേ? ജവഹർലാൽ നെഹ്റു. അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാ? 1919-20 സ്റ്റാർട്ട് ചെയ്ത നിസ്സഹകരണ സമരം അല്ലെ, നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹം പറയാം, പക്ഷെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ല, ഒരു ജനകീയ സമരമായിട്ടല്ല തുടങ്ങിയത്. ഓൾ ഇന്ത്യ ലെവലിൽ ജനകീയ സമരമായിട്ട് ആദ്യം തുടങ്ങുന്നത് നിസ്സഹകരണ സമരമാണ്. പിന്നീട് എന്താ വരുന്നത്? പിന്നീട് നിയമലംഘന പ്രസ്ഥാനം വരുന്നു, പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നു. ഇനി അടുത്ത ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. യെസ്. ഇനി അടുത്തത് വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത് ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഇത്രയൊന്നും വായിക്കണ്ട. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ എന്തടിക്കാം? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അടിക്കാം. സ്കൂൾ പാഠപുസ്തകത്തിലെ പോയിന്റ് അതേപോലെ എഴുതി വെച്ചേക്കോ, നമ്മുടെ സമയങ്ങളെ എത്രയും വായിച്ചു കഴിയുമ്പോൾ കേട്ടോ. അപ്പൊ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ആ ഒറ്റ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്ക് കിട്ടും. ഇനി അടുത്തത് ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഉൾപ്പെടാത്ത ആരാ? ബാലഗംഗാധര തിലകനാണ് അല്ലെ. ഗോപാലകൃഷ്ണൻ ഗോഖലെയും WC ബാനർജിയും ഫിറോസ് ഷാ മേത്തയും ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദി നേതാക്കളിൽ വരുന്ന ആളുകളാണ്. എന്നാൽ തീവ്രവാദി വിഭാഗത്തിൽ വരുന്ന ആളാണ് ബാലഗംഗാധര തിലക് അല്ലെ. നമ്മൾ പഠിക്കാറുണ്ട് ലാൽ ബാൽ പാൽ അല്ലെ, ലാലാ ലജ്പത് റായ്, അതേപോലെ ബാലഗംഗാധര തിലക്, അതുപോലെ ആരാ? ബിപിൻ ചന്ദ്രപാൽ എന്നിങ്ങനെ മൂന്ന് ത്രയങ്ങൾ, ലാൽ ബാൽ പാൽ, അവരാണ് പ്രധാനമായിട്ടും തീവ്രവാദി വിഭാഗത്തിലെ നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. പല വിദ്യാർത്ഥികൾക്കും അങ്ങോട്ട് തിരിഞ്ഞു പറയുന്നത് 44, 42 പലർക്കും തിരിയാറുണ്ട്. ഓർക്കുക, 44 സ്വത്തവകാശത്തെ ഒരു മൗലികാവകാശം അല്ലാതാക്കി മാറ്റുന്നത്. പ്രധാനമായിട്ടും 1979 നമ്മുടെ മൊറാർജി ദേശായി സർക്കാർ ഇരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഭേദഗതി വരുന്നത്. ഈ അടിയന്തരാവസ്ഥ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭേദഗതി അന്ന് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയാത്തൊരു പോയിന്റ് ഉണ്ട്. ഈ 1979 നമ്മുടെ ഈ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോക്സഭയുടെയും അതുപോലെ സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി ചുരുക്കിയത് ഈ പറയുന്ന ഭേദഗതിയിലൂടെയാണ് കേട്ടോ. അപ്പൊ 44-ാം ഭേദഗതി നമുക്കറിയാവുന്ന എന്താണ്? നമ്മളല്ലെങ്കിൽ പലരും വിദ്യാർത്ഥികളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് സ്വത്തവകാശമാണ്. PSC ചോദിക്കുന്നത് അത് തന്നെയാണ്. അതിനോടൊപ്പം ഒന്ന് അറിഞ്ഞിരിക്കുക, ഒന്ന് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 352 ഒരു വലിയൊരു മാറ്റം, 352 എനിക്ക് തോന്നുന്നു കേട്ടോ, ആർട്ടിക്കിൾ 352 ഒരു മാറ്റം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആഭ്യന്തര കലാപം, ഈ നമ്മളാ ഈ എന്താ പറയുന്നത്, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ആഭ്യന്തര കലാപം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആ ഒരു വാക്ക് മാറ്റിയിട്ട് സായുധ വിപ്ലവം മാറ്റിയത് ഈ പറയുന്ന ഭേദഗതിയിലൂടെയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 352-ാമത്തെ ആർട്ടിക്കിളിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്ന പേര് മാറ്റി. അതേപോലെ തന്നെ നമ്മുടെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി. ഇതെല്ലാം ഈ പറയുന്ന 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി അടുത്തത് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാ? ഹൈക്കോടതി. ഇന്ത്യയുടെ ഏറ്റവും വലിയ കോടതി സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി. അത് കഴിഞ്ഞ് പിന്നെ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി അല്ലെ. പിന്നീട് ജില്ലാ കോടതി, ജില്ലകളിലെ ജില്ലാ കോടതി.
യെസ്, അടുത്ത ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനാ രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യ രാജ്യം. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? മൗലികാവകാശങ്ങളാണ്. പരമാധികാര, റിപ്പബ്ലിക്, സ്ഥിതി സമത്വ, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ആമുഖത്തിൽ വരുന്നതാണ് കേട്ടോ. ആമുഖത്തിൽ വരാത്തത് ഏതാ? മൗലികാവകാശങ്ങളാണ്. യെസ്. ഇനി അടുത്തത് കുറച്ച് 10 ആനുകാലിക ചോദ്യങ്ങളാണ്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പുറത്തിറക്കിയ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 40ാം റാങ്കാണ് കേട്ടോ. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പുറത്തിറക്കിയ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ റാങ്ക് 40ാം റാങ്കാണ്. അത് ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നൽകുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ 2023 അവാർഡിന് കരസ്ഥമാക്കിയ മലയാളി മറക്കലിലെ വിഷ്ണു ഗോപാലാണ്. അപ്പൊ നമ്മുടെ സ്വന്തം വിഷ്ണു ഗോപാലാണ്, മലയാളിയാണ് 2023 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. 2023 നെഹ്റു ട്രോഫി വള്ളംകളി കിരീട ജേതാക്കളാരാ? ഞങ്ങളുടെ തൊട്ടയലത്തുള്ള വീയവരം ചുണ്ടനാണ് കേട്ടോ. ചുണ്ടനുണ്ടായിരുന്നേ. അപ്പൊ വീയവരം ചുണ്ടനാണ്. അപ്പോൾ 2023 നെഹ്റു ട്രോഫി വള്ളംകളി കിരീട ജേതാക്കൾ വീയവരം. യെസ്. അടുത്ത 2023 അമ്പെയ്ത്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതാ കോമ്പൗണ്ട് ഇനത്തിൽ ഇന്ത്യക്കായി സ്വർണം കരസ്ഥമാക്കിയത് അദിതി ഗോപിചന്ദ് സ്വാമിയാണ്. 2023 അമ്പെയ്ത്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതാ കോമ്പൗണ്ട് ഇനത്തിൽ ഇന്ത്യക്കായി സ്വർണം നേടിയത്. മറക്കരുത്, അദിതി ഗോപിചന്ദ് സ്വാമി. അടുത്ത ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവിയാണ് ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. അടുത്തത് 2023 ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരമാണ് വിജയ് അമൃതരാജ്. 2023 ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരമാണ്. അടുത്ത 27 ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ചന്ദ്രനിലെ സ്ഥലത്തിന് നൽകിയ പേരെന്താ? ശിവശക്തി എന്ന പേരാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിങ്ങിൽ ചെയ്ത ചന്ദ്രനിലെ സ്ഥലത്തിന് നമ്മൾ ഇട്ട പേര് ശിവശക്തി എന്നാണ്. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിതമായത് ഹൈദരാബാദിലാണ്. അതേപോലെ 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാതയായ NH 275 ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ മംഗ്ലൂർ, മൈസൂർ ആണ് കേട്ടോ. മൈസൂറിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാതയാണ് NH 275 കേട്ടോ. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം, ഗതാഗതത്തിൽ പ്രതീക്ഷിക്കാം NH 275. അത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷനാണ്. ഇത് കർണാടകയിലാണ്, കർണാടക ഹുബ്ലിയിലാണ് ഈ പറയുന്ന സ്റ്റേഷൻ വന്നിരിക്കുന്നത്. സോ നമ്മുടെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിനെ പിന്തള്ളിക്കൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പലരും റെയിൽവേ ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ പഴയ പോയിന്റ് ഒക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ മാറ്റിക്കോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഗോരഖ്പൂർ അല്ല, മറിച്ച് സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ കർണാടകയാണ് കേട്ടോ. യെസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 30 ചോദ്യങ്ങൾ പഠിച്ചു. ഇനി വേണ്ട എന്താ? 5 മിനിറ്റിൽ ഈ ചോദ്യങ്ങൾ ഇത്രയും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എത്ര മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. മാക്സിമം നെഗറ്റീവ് അടുപ്പിക്കാതിരിക്കുക. ഈ പഠിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം എഴുതി നോക്കും, നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയൊരു പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സന്തോഷമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ കമന്റുകൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ ഇടാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ കമന്റുകൾ ഇടുന്ന സമയത്താണ് എനിക്കൊരു ഇന്ററാക്ഷൻ തോന്നും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ക്യാമറ മാത്രമേ ഉള്ളൂ, നിങ്ങൾ വിദ്യാർത്ഥികളില്ല. ജസ്റ്റ് നിങ്ങളുടെ കമന്റുകൾ വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും സന്തോഷമാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എക്സാം എഴുതണം, കമന്റുകൾ ചെയ്യണം കേട്ടോ. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.